ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാനൊരു വീഡിയോ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ ക്വാളിറ്റി ഉണ്ടാവില്ല, കാരണം ഞാൻ ഇപ്പോൾ രാത്രിയാണ് വീഡിയോ എടുക്കുന്നത്. എനിക്ക് കലോത്സവത്തിനായിട്ട് ഇത്തിരി ഡ്രസ്സ് വേണം. അപ്പോൾ അതിൻ്റെ ഡ്രസ് കളക്ഷൻ ഇപ്പം നോക്കണം, തിരയണം. അപ്പം അതിൽ ഏതൊക്കെ ഡ്രസ്സാണ് ചെയ്തതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ഡ്രസ് കളക്ഷൻ ഇപ്പം കാണിക്കും. ഞാൻ പോയി പോവും. അപ്പം ഞാൻ വരെ അൽമാര കാണിക്കാം. അപ്പോൾ അൽമാരൻ്റെ കൊല ഒറ്റൊന്ന് ഇവിടെയാണ്, പിന്നെ രണ്ടാമത്തെ ഇവിടെയാണ്, മൂന്നാമത്തെ ഇവിടെ. രണ്ടാമത്തേലൊക്കെ ഒന്നത്തേക്ക് ഒക്കെ ഇതിപ്പോൾ പുതപ്പാണ്. ഇത് തുണിയൊക്കെ അങ്ങോട്ടുമൊക്കെ ആയി കിടക്കുന്നു. ഇത് പച്ച കളറുമാരത്തെ ഒരു കളറാട്ടോ, പക്ഷെ ഇതിൽ കാണിക്കുന്നത് നീല കളറായിട്ട് ഈ ഒരു പച്ച കളറുമാരത്തെ കളർ മാത്രം കാണിക്കുന്നുണ്ട്. അതാ ബ്രൈറ്റ്നെസ് ഇത്തിരി കുറഞ്ഞുകൊണ്ടാണ് തോന്നുന്നത്. ഇതാ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണാൻ ഒരു ഡാർക്ക് മാറ്റൊരു കളർ ആണ്. പിന്നെ ഇത് എത്ര ഡാർക്കാക്കി കുറച്ചിട്ടു, പക്ഷെ ഇത് നീല മരത്തും കളറാ, നീലയും ചുവപ്പും മരത്തെ കളറ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങോട്ട് ബെഡ്മിലോട്ട് വെക്കട്ടെ. അപ്പം അതിന് നോക്കാം. ഒക്കെ ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തിടണം. പക്ഷെ എനിക്ക് ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഒരു വെള്ള ഷർട്ടും ബ്ലാക്ക് പാൻറ്റാണ് വരുന്നത്. അപ്പം എനിക്കൊരു ബ്ലാക്ക് പാൻറ്റും വെള്ള ഷർട്ടുമാണ് വേണ്ടത്. ക്യാമറ അവിടെ വെക്കട്ടെ, അല്ലാണ്ട് ഞാൻ കുറേ നേരം എനിക്ക് വരും. ഇത് കൊള്ളുമോ? ഇത് കലോത്സവത്തിനുണ്ടാകുന്നില്ല. ബ്ലാക്ക് ഷർട്ട് ഇന്ത്യയിലുണ്ട് ഇഷ്ടംമാതിരി, പക്ഷെ ഒറ്റൊരു വൈറ്റ് ഇല്ല. വൈറ്റ് ഉണ്ടെങ്കിലും കാണിച്ചു തരാം. ഇതാണ് വൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വൈറ്റാണ്, മേലെ വൈറ്റ് അടിയിൽ പച്ചാണ്, അല്ലാണ്ട് അത് അതിന് മേലോട്ട് കളറുണ്ട്. പിന്നെ ഈ ഒരു പാരച്ചൂട്ട് പാൻറ്, പിന്നെ ഈ ഒരു ഓവർ സൈസ് ആയിട്ടുള്ള, ഇതിനാകെ ഇതിനെക്കാട്ടും നല്ല ഇതുണ്ട്, നല്ല വലിപ്പം ഇതിന് കൂടുതല. പക്ഷെ അത് ആകെ 12 വയസ്സില്ല. അത് ട്വിസ്റ്റ് ബ്ലാക്ക്, ഒരു വൈറ്റ് ബ്ലാക്ക് പാൻ്റ് ആയാലും കുഴപ്പമില്ല, പക്ഷെ വൈറ്റ് പാൻ്റ് ആയാലും കുഴപ്പമില്ല എൻ്റെ ഉള്ളിൽ. പിന്നെ ഇത് ഗ്രേ എന്നും പറയാം, നീല എന്നും പറയാം, അങ്ങനത്തെ ഒരു കളറാണ് അത്. പക്ഷെ ഇതിട്ട് പോകാൻ സമ്മതിക്കുമൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് വേറെ ഷർട്ട് ഇഷ്ടംമാരുണ്ട് കേട്ടോ. ഷർട്ട് കുറേ നല്ല ഷർട്ട് ഉണ്ട്, പക്ഷെ വെള്ള ഷർട്ട് എന്ന് പറയുന്നില്ല. അത് നീല തന്നെയാട്ടോ, നമ്മളെ ഇരുട്ടത്ത് നിന്ന് പച്ചമാരി അല്ല, പക്ഷെ രണ്ടെണ്ണം കൂടി മിക്സഡ് ആയിട്ട്. പിന്നെ ഈ ഒരു ബാഗി ജീൻസ് എന്നല്ല, ലൂസ് ഫിറ്റ്. ഈ ഒരു ലൂസ് ഫിറ്റ് ഇട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. ഈ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു കളറാണ്, പക്ഷെ അതിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അതും ഇങ്ങനെ
സിൽക്ക് തുണിമായിട്ട് ഷർട്ടില്ലേ അതും ഇട്ട് കൊണ്ടുപോയാൽ മതി. പക്ഷെ അതൊന്നും ഇട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അല്ലെങ്കിൽ പച്ച ഷർട്ട് ഇടാന്ന് പറഞ്ഞു. പക്ഷെ പച്ചയിൽ തന്നെ ഇങ്ങനത്തെ ഡിസൈൻ വർക്ക് വരുന്ന ഷർട്ടില്ലേ അത് തന്നെ കുറെ എല്ലാ കളറും വേണം. അല്ലാണ്ട് ഒറ്റ ഒരു കളറുകൾ പഠിച്ചൂലെന്ന് ടീച്ചർ പറഞ്ഞു. ഞാൻ തീരുമാനിച്ചത് ഇതിടണമെന്നാണ്. എല്ലാരും ബ്ലാക്ക് പാൻറ് ഇടുമ്പോൾ എനിക്ക് പക്ഷെ ഇതിട്ട് കൊണ്ടുപോകുമ്പോൾ ആൾക്കാർ പറയും പാവാട മാരിയിട്ട് പാവാട. കാര്യം പറയാം, പാവാട മാരിയിട്ട് എനിക്ക് വെള്ള ഷർട്ടില്ല, അത് കുഴപ്പമാണ്. ഏറ്റവും വലിയ കുഴപ്പമാണ് വെള്ള ഷർട്ട്. ഞാൻ ക്യാമറ കൊടുക്കാം. അപ്പോൾ വെള്ള ഷർട്ട് ഇല്ലെങ്കിൽ ഞാൻ പാട്ടിനാണ് കേട്ടോ നിൽക്കുക. പാട്ടിന് ഗ്രൂപ്പ് സോങ് ആണ്. ഇത്തിരി മിനിറ്റിൻ്റെ ലോങ് എന്ന് പറയാനില്ല, എന്നാലും ചെറിയൊരു ലോങ് എന്ന് പറയാനില്ല. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ പറയാൻ ഒരു മറ്റേ ഭാരതത്തിനെ കുറിച്ചൊക്കെ പാടുന്ന ഒരു ഇതുണ്ടാവില്ലേ, ആ ഒരു ഇതാണ് പാടുന്നത്. അതാണ് ഞങ്ങൾക്ക് പാടാനുള്ളത്. ഇത്തിരി പാടാണ്, ഈസിയാണ്. കാരണം കശിഷ്ട നാവിൽ കെട്ടാത്ത വാക്കൊക്കെ ഞാൻ കട്ടിയുള്ള വേർഡ്സാണ് ഓൾ അവിടെ കൊടുത്തത്. പക്ഷെ ഓൾ കുറേ ലൈൻ എഴുതിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഞങ്ങൾക്ക് ആകെ ഇത്തിരി ലൈൻ തന്നിട്ടുള്ളൂ. അത് 2 പ്രാവശ്യം 3 പ്രാവശ്യം വെച്ചാൽ അത് ഇത്തിരി ഇളവ് വായിക്കണം. അതാണ് ഇവിടുത്തെ കുഴപ്പം. പിന്നെ ഡ്രസ്സും ഏറ്റവും വലിയ കുഴപ്പം. ഡ്രസ്സ് ഞാൻ ടീച്ചറോട് പറഞ്ഞ് എനിക്ക് വൈറ്റ് മതി, ബ്ലാക്ക് വേണ്ട. പക്ഷെ ടീച്ചറോട് പറഞ്ഞ് ഇനി 2 ദിവസം ഉണ്ടല്ലോ എന്തെങ്കിലും ഇതാക്കാൻ. 8-ാം തീയതി 7-ാം തീയതിയാണ് ഇത് വരുന്നത്. ഇന്ന് എത്രാം തീയതി? 6-ാം തീയതി അല്ല, 7-ാം തീയതി 8-ാം തീയതിയാണ് വരുന്നത്. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്ന ദിവസം 4 ഡേറ്റ് 4. അപ്പോൾ ഞാനിത് ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബിഗ് ബില്യൺ ഡേയ്സിൻ്റെ വീഡിയോന് നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂസ് ഒന്നുമില്ല, 25 വ്യൂസ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറേ വീഡിയോ ഇടും. അപ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ്. അടുത്തത് ഇത് വീഡിയോ ആണെങ്കിൽ ഒരു വെളിച്ചം ബ്രൈറ്റ്നെസ് രാത്രി ആയതുകൊണ്ട് ഇങ്ങനെ കുത്ത് മാറി വരുന്നുണ്ട്. അതാണ് ഒരുള്ള പ്രശ്നം. അതുകൊണ്ട് കഴിയുന്നില്ല. ഇപ്പോൾ ഇതിൽ വൈറ്റ് ഷർട്ട് ഉണ്ട്, പക്ഷെ അതിൽ ഓട്ടക്കായി എലി കടിച്ച് കീറിയ മാറ്റത്തെ ഷർട്ടാണ്. പക്ഷെ ഇടാം കേട്ടോ. പക്ഷെ ഒരു ചെറിയ പിന്നെ എനിക്ക് അധികം ആളെടുത്തും ബ്ലാക്ക് ഷർട്ടാണല്ലോ അധികം എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഷർട്ടാണ് ബ്ലാക്ക്. അപ്പം അധികം ആൾക്കാർ ഇടുന്നതും ബ്ലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല. ഞാൻ ഈ അടുത്ത് പനി ആയതുകൊണ്ട് എനിക്ക് പനിയായിരുന്നു. അതുകൊണ്ട് കുറേ ദിവസമായിട്ട് പുറത്തോട്ട് പോകാൻ കഴിയില്ല. ആ വെള്ള ഷർട്ട് ഞാൻ പറഞ്ഞു, ആ വെള്ള ഷർട്ട് കൊള്ളത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് വീഡിയോന് അധികം ക്വാളിറ്റി ഒക്കെ കുറവായിരിക്കും. കാരണം ഇതിപ്പോൾ രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, പകലല്ല. പകലൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ടാവും. ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത് പകലുള്ള ഇല്ല, ആദ്യം ഒരു പ്രാവശ്യം ഇട്ട്. പക്ഷെ അത് കോപ്പിറൈറ്റിൽ ഒരു ചെറിയ ഇഷ്യൂ ആയതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. ആ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് മാത്രം. നമുക്ക് വെളിച്ചം വരികയാണെങ്കിൽ ആവശ്യത്തിന് ബ്രൈറ്റ്നെസ് കൊടുക്കാം. ഇതാ നല്ല ഇത്തിരി ഡാർക്ക്നെസ്സും ഉണ്ട്. പക്ഷെ ലൈറ്റ് നല്ല ഇതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
ഒരു കാര്യം കാണിച്ചു തരാം. ഈ ഷർട്ടിൻ്റെ ഇത് പിങ്ക് ഷർട്ടാട്ടോ. പിങ്ക് ഷർട്ടിൻ്റെ ഞാൻ സൈക്കിൾ ഓട്ടും പോയതാ. ബ്രൈറ്റ്നെസ് കുറച്ച് വെച്ചാൽ കാണുമല്ലോ. മതി ഇതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, എന്നാലും റിപ്പീറ്റ് വെച്ചോളൂ. അപ്പോൾ കാണാം. ഒരു ബ്രൗൺ കുത്ത് എന്താ സംഭവം, ഞാൻ സൈക്കിളിൽ മഡ് ഗാർഡ് വെച്ചില്ലേ, മഡ് ഗാർഡ് വെക്കാത്തതിനെ കുഴപ്പമാക്കണ്ട. ചളി തെറിച്ച് നല്ലോണം ചളി തെറിക്കും. അതുകൊണ്ട് ഇങ്ങനെ സൈക്കിൾ ഓട്ടുന്ന റൈഡേഴ്സിന് വേണ്ടി പറയാണ്, ഇടുമ്പോൾ ഇടണമെന്നില്ല, മഡ് ഗാർഡ് വെക്കണമെന്നൊന്നുമില്ല. പക്ഷേ അതിനെന്തായാലും ഒരു ഷർട്ട് ഇടുകയാണെങ്കിൽ വെള്ളം ഇടരുത്. എവിടെയെങ്കിലും ഉള്ള ചളി വെച്ചാൽ മേത്തൊട്ടി തെറിച്ച് കഴിഞ്ഞാൽ നല്ല കുഴപ്പമാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളവിടെ എങ്ങനെ തന്നെയാണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഒരു അൺബോക്സിങ് വീഡിയോ ഒക്കെ അയച്ച് ഒരു ദിവസം വരും. കാരണം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് അച്ഛനൊരു പേഴ്സ് വേണം എന്ന് വെച്ചാൽ വാലറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഓക്കെ ഞാൻ ഓർഡർ ചെയ്ത് തരാം. ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്ത്. അപ്പോൾ അതിനെന്തായാലും ഒരു അൺബോക്സിങ് വീഡിയോ അല്ല, പക്ഷേ അപ്പോഴത്തേക്ക് എന്തെങ്കിലും അൺബോക്സിങ് വീഡിയോ വേണ്ടിയിട്ടുള്ള സാധനം വരുമായിരിക്കും. വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയാം. പിന്നെ വ്ളോഗ് എടുക്കാൻ എന്താണെന്ന് അധികം ആൾക്കാരും പറഞ്ഞ്, എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് വ്ളോഗ് എടുത്തുകൊണ്ടിരുന്നു. പക്ഷേ വ്ളോഗ് എടുക്കാൻ കഴിയൂല. എനിക്ക് അധിക സമയം ഞാൻ സ്കൂളിൽ പോയി വരുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ എത്ര ഉള്ളൂ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ ബൈ.